വലം നകും ബിദുആഇക ശഖിയ്യാ. മഹാനായ സയ്യിദുന സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പറയാണ്, പടച്ചോനെ, അല്ലാഹുവേ, എന്റെ എല്ലുകൾ ദുർബലമായി തമ്പുരാനെ, എന്റെ തൊലി അത് ചുക്കി ചുളിഞ്ഞു പോയി അല്ലാ, എനിക്ക് ധാരാളം പ്രായമായി അല്ലാ. വകാനത് ഇംറഅതി ആഖിറാ വഹബ ലീ മിൻ ലദുൻക വലിയാ. എന്റെ ഭാര്യയാണെങ്കിൽ പടുവൃദ്ധയായി, എന്റെ ഭാര്യയാണെങ്കിൽ കിഴവിയായി, ഞാനാണെങ്കിലോ പടുവൃദ്ധനായി. എനിക്ക് നീ മക്കളെത്തായോ അല്ലാ, എനിക്കൊരു പിൻഗാമിയെത്തായോ അല്ലാ. സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചില്ലയോ സഹോദരങ്ങളെ? അവിടുത്തേക്ക് അല്ലാഹു മക്കളെ കൊടുത്തില്ലയോ സഹോദരങ്ങളെ? എന്റെ ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, സിറാജുൽ ഹുദായുടെ മജ്ലിസിൽ വന്ന എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ജനങ്ങളോട് ഹൃദയപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ, എന്തിനാണ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവലാദി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നതെന്നറിയുമോ? ഞാനും നിങ്ങളും പഠിക്കാനാണ്. ഏത് ഡോക്ടർ വന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇനി കുട്ടികൾ ഉണ്ടാകില്ല എന്ന് ലോകത്താര് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം, പടച്ചവനെ, മക്കളെത്തായോ തമ്പുരാനെ, മക്കളെത്തായോ തമ്പുരാനെ. അവസാനം അല്ലാഹു ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്ക് മക്കളെ കൊടുത്തതുപോലെ, സയ്യിദുനാ സക്കരിയ നബിക്ക് അല്ലാഹു മക്കളെ കൊടുത്തതുപോലെ എനിക്കും നിങ്ങൾക്കും അല്ലാഹു മക്കളെ തരുന്നതാണ്. എന്റെ മജ്ലിസിൽ മക്കളില്ലാത്തവരാരെങ്കിലും വന്നിട്ടുണ്ടോ? നിങ്ങൾ നിരാശപ്പെടാനേ പാടില്ല. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കുക. 5 വർഷമായിട്ടും മക്കളെ കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടാതെ, 10 വർഷമാകട്ടെ, 20 വർഷമാകട്ടെ, 30 വർഷമാകട്ടെ, 50 വർഷമാകട്ടെ, ഞാനൊരു സംഭവം നിങ്ങളുടെ ഓർമ്മയിലേക്ക് പറയട്ടെ. അതാ ഒരു ഹജ്ജിന് പോയൊരു സംഘം മദീനയിൽ, സുബ്ഹാനല്ലാഹ്, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ ഒരു സംഘം ഹജ്ജിന് പോകുകയാണ്. മക്കയിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞവർ മദീനയിലേക്ക് പോകുകയാണ്. ആ സംഘത്തിന്റെ കൂടെ ഒരു മാതാവ് ഉണ്ടായിരുന്നു. ആ മാതാവ് എപ്പോഴും ഇബാദത്തിലാണ്, എപ്പോഴും ദുആയിലാണ്. ആ മാതാവിന്റെ പ്രത്യേകത എന്താണ്? മാതാവിന് മക്കളുണ്ടായിട്ടില്ല, മാതാവിന് കുഞ്ഞുങ്ങളില്ല. അങ്ങനത്തെ ഒരു മാതാവ് ഹജ്ജിന് വന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ ചുരുക്കി പറയാം സഹോദരങ്ങളെ. എന്നാൽ ഈ മാതാവ് എപ്പോഴും ദുആരക്കും, അല്ലാഹുവേ, എനിക്ക് നീ മക്കളെത്തായോ തമ്പുരാനെ, എനിക്ക് മക്കളെത്തായോ തമ്പുരാനെ, എനിക്ക് മക്കളെത്തായോ തമ്പുരാനെ എന്ന് ഈ മാതാവ് എപ്പോഴും ദുആരക്കുന്ന മാതാവാണ്. പക്ഷേ ഈ മാതാവിന് 60 വയസ്സ് കഴിഞ്ഞ് 70ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആ മാതാവ് സുബ്ഹാനല്ലാഹ് മദീനയിൽ വെച്ചിട്ടങ്ങ് മരണപ്പെടുകയാണ്. മരണപ്പെട്ട ആ മാതാവിന്റെ ജനാസ എടുത്ത് ഖബറിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് മറമാടാൻ ഒരുങ്ങുകയാണ്. സംഭവം നടക്കുന്നത് മദീനയിലാണ്. ഒരുപാട് വർഷങ്ങളായ സംഭവമല്ല, ഈ അടുത്ത സമയത്ത് സമീപകാലത്ത് നടന്നതാണ്. സഹോദരങ്ങളെ, ആ മാതാവിന്റെ ജനാസ, ഹജ്ജ് കഴിഞ്ഞ് മരണപ്പെട്ടു പോയ മാതാവിന്റെ ജനാസ, പുന്നാര നബി തങ്ങളെ സിയാറത്ത് കഴിഞ്ഞ് മരണപ്പെട്ടു പോയ മാതാവിന്റെ ജനാസ ഖബറിലേക്ക് ഇങ്ങനെ താഴ്ത്തി വെക്കുന്ന സമയത്തതാ ഒരു അറബിയായ സഹോദരൻ ഓടി ഒരു അറബിയായ സഹോദരൻ ഓടി വന്നിട്ട് പറഞ്ഞു, സഹോദര,
ആ ഉമ്മയുടെ ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളണ്ടിയറോട് ചോദിച്ചു, സഹോദര, ആ കിടത്തിയിരിക്കുന്നത് നിങ്ങളുടെ ആരാണ്? എന്റെ ആരുമല്ല, ഞാൻ ഒരു സങ്കടത്തിൽപ്പെട്ടു വന്നതാണ്. എന്താണ് സങ്കടം? എന്റെ കുഞ്ഞു മരണപ്പെട്ടു പോയി, എന്റെ കുഞ്ഞു മരണപ്പെട്ടു പോയി. ആ കുഞ്ഞിന്റെ ജനാസ ഞാൻ കഫം പുടവ ധരിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ആ ജനാസ അടക്കം ചെയ്യാൻ പോവുകയാണല്ലോ, ആ മാതാവിന്റെ ഖബറിൽ എന്റെ കുഞ്ഞിനെ കൂടെ ഒന്ന് വെച്ചിട്ട് നിങ്ങൾ ജനാസ അടക്കം ചെയ്യാമോ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അതിനെന്താ, നിങ്ങൾ കൊണ്ടുവരൂ നിങ്ങളുടെ കുട്ടിയെ. ആ സഹോദരൻ ജനാസയായി കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ വാരിയെടുത്ത് ആ ജനാസയുടെ ചാരത്ത് കൊണ്ടുവന്നു. ആ ജനാസ മറമാടാൻ നിൽക്കുന്ന, മാതാവിന്റെ ജനാസ മറമാടാൻ നിൽക്കുന്ന സഹോദരൻ ആ കുഞ്ഞിനെ മേടിച്ച് ആ ഉമ്മയോട് ചേർത്ത് കിടത്തിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഈ സഹോദരൻ അറിയാം, ഈ മാതാവ് കുഞ്ഞുങ്ങളില്ലാത്ത മാതാവാണ്. ഈ മാതാവ് എത്രയോ കാലമായി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ചോദിച്ചു, പടച്ചവനെ മക്കളെത്തായോ തമ്പുരാനെ, മക്കളെത്തായോ തമ്പുരാനെ. പ്രസവിക്കാനും മാക്ക് ഭാഗ്യമുണ്ടായില്ല സഹോദരങ്ങളെ. ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ആ മാതാവിന് ജീവിതത്തിൽ ഭാഗ്യമുണ്ടായില്ല സഹോദരങ്ങളെ. പക്ഷേ ആ ഉമ്മാടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകിയത് എങ്ങനെയാണ്? ഹജ്ജിന് വന്ന് മരണപ്പെട്ടു, മദീനയിൽ, ഹബീബിന്റെ മദീനയിൽ വന്ന് മരണപ്പെട്ടു. മരണപ്പെട്ട ഖബറിലേക്ക് ജനാസ എടുത്ത് കിടത്തിയപ്പോൾ ഒരു അറബി സഹോദരന്റെ ഒരു പാൽ കുഞ്ഞ്, പിഞ്ച് പൈതൽ മരണപ്പെട്ടു പോയി. ഒരു വയസ്സ് തികയാത്ത കുഞ്ഞ്, ഒരു വയസ്സ് തികയാത്ത കുഞ്ഞ്, കേവലം 6 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ്. ആ കുഞ്ഞിന്റെ ജനാസ ഇങ്ങനെ ചേർത്ത് ആ ഉമ്മയോടെ ജനാസയോടൊപ്പം ഇങ്ങനെ കിടത്തിയപ്പോൾ ഒരു ഉമ്മ കിടക്കുകയാണ്, ആ ഉമ്മയോട് ചേർന്നൊരു കുഞ്ഞ് കിടക്കുകയാണ്, അമ്മിങ്ങ ഈമ്പിക്കൊണ്ട് കിടക്കുകയാണ് എന്ന് തോന്നുന്ന വിധത്തിൽ ആ ജനാസയുടെ ചാരത്ത് ആ കുഞ്ഞിനെ അല്ലാഹു എത്തിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്റെ വഅദിന് വന്ന ഉപ്പാ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ പറ്റി ഞാനോ നിങ്ങളോ ആശ മുറിയാൻ പാടില്ല. അല്ലാഹുവിന്റെ കാരുണ്യത്തെ പറ്റി ഞാനോ നിങ്ങളോ ആശ മുറിഞ്ഞ് വിചാരണ പാടില്ല. അതുകൊണ്ട് മക്കളില്ലാത്തവരാരെങ്കിലും, അല്ലാഹുവേ, മക്കളില്ലാത്തവരാരെങ്കിലും എന്റെ സദസ്സിലുണ്ടെങ്കിൽ പടച്ചവനെ, അവരുടെ ഖൽബ് നീ വായിക്കുന്നവനാണല്ലോ അല്ലാ. അവരുടെ മനസ്സിലെ വേദനകൾ അറിയുന്ന റബ്ബേ, എത്രയോ സഹോദരങ്ങൾ ഈ സദസ്സിൽ നിന്ന് കരയുന്നുണ്ടാകും. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയപ്പോ എന്റെ കരങ്ങളിൽ പിടിച്ചിട്ട്, ഉസ്താദേ 5 വർഷമായി, 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായി മക്കളെ അല്ലാഹു തന്നില്ല ഉസ്താദേ എന്ന് പൊട്ടി പൊട്ടി കരഞ്ഞ് ദുആരക്കാൻ പറഞ്ഞ എത്രയോ ഉപ്പമാരെ എനിക്കറിയാം, എത്രയോ ഉമ്മമാരെ എനിക്കറിയാം. ഈ സദസ്സിലുണ്ടാകാം ഏതോ ഒരു പാവപ്പെട്ടവൻ, എന്റെ വഴലിന്റെ ശബ്ദം കേട്ടിട്ട് പൊട്ടിക്കരയുന്ന ഒരു പാവപ്പെട്ട ഉമ്മ, മക്കളില്ലാത്ത ഉമ്മ, മക്കളില്ലാത്ത ഉപ്പ എന്റെ സദസ്സിലുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, അവർക്ക് മുത്തുനബിയുടെ പോരിശ കൊണ്ട്, എന്റെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ നീ മക്കളെ കൊടുക്കണേ തമ്പുരാനെ, നീ മക്കളെ കൊടുക്കണേ തമ്പുരാനെ. ഇനി മക്കളുള്ള ആളുകൾ എന്ത് വേണം? മക്കളുള്ള ആളുകൾ എന്ത് വേണം? ആ മക്കളെ അല്ലാഹുവിന്റെ തൃപ്തിയിലായി വളർത്തണം, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി വളർത്തണം. സഹോദരങ്ങളെ കണ്ടില്ലേ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു മോനെ കൊടുത്തിട്ട് എന്തു പറഞ്ഞു? മലർമൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഓരോ നാളിൽ, ഉറങ്ങുമ്പോൾ നബിക്കല്ലാഹ് കിനാവ് കാട്ടി, നബി തൻ കുരുന്നിസ്മായിലിനെ അറക്കും മട്ടിൽ. മലർമൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഓരോ നാളിൽ, ഉറങ്ങുമ്പോൾ നബിക്കല്ലാഹ് കിനാവ് കാട്ടി, നബി തൻ കുരുന്നിസ്മായിലിനെ അറക്കും മട്ടിൽ.
അല്ലാഹു പറഞ്ഞു, നബിയേ നിങ്ങളുടെ പൊന്നുമോൻ ഇസ്മായിലിനെ എന്റെ മാർഗത്തിൽ ബലിയർപ്പണം നടത്തിയേരേ നബിയേ. മക്കളുള്ള വാപ്പമാരോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു പക്ഷേ മക്കളുള്ള വാപ്പമാരും ആ മക്കളുള്ള വാപ്പമാരോട് ഉമ്മമാരോട് മക്കളുടെ മഹത്വം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. മക്കളുള്ള അപ്പമാരെ, മക്കളുള്ള ഉമ്മമാരെ, നിങ്ങൾക്ക് മക്കളുടെ വില അറിയില്ല, നിങ്ങൾക്ക് മക്കളുടെ മൂല്യം അറിയില്ല. മക്കളില്ലാത്തവരാരെങ്കിലും നിങ്ങളോടൊപ്പമുണ്ടോ? അവരോട് ചോദിച്ചു നോക്ക് മക്കളുടെ വില എന്താണ്. അവരോട് ചോദിച്ചു നോക്കൂ മക്കളുടെ മഹത്വം എന്താണ്. ഇതൊക്കെ പറയുമ്പോ മക്കളുള്ള വാപ്പമാർക്ക് ഇത് എന്ത് ഇത്ര തന്നെ അയാൾ അനുഭവിച്ചിട്ടുള്ളൂ. ഒരു വിഷമം അയാൾ അറിഞ്ഞിട്ടില്ല. കാരണം എന്താ? അല്ലാഹു ഔദാര്യമായിട്ട് കൊടുത്തു മക്കളെ. എന്നാൽ ചില ആളുകൾക്ക് കല്യാണം ഗർഭിണിയായി ഭാര്യ വിളിച്ചു, ഹലോ ഇക്ക, ഇവിടെ എന്തോ വിളിക്കുന്നേ ഭർത്താവിനെ, ഭാര്യ എന്തോ വിളിക്കും, പെഞ്ഞാഴി ഹസ്ബൻഡിനെ എന്തോ വിളിക്കും, മാപ്പിളെ, ഹലോ മാപ്പിളെ, പ്രഗ്നന്റ് ആയി. ഇനി എങ്ങനെ ഞാൻ വെളിയിറങ്ങും? നാണക്കേടായല്ലോ. അതിനു മുമ്പങ്ങ് ആയോ? ഇതെന്തുവാ? നാട്ടുകാരറിഞ്ഞാ എന്തോ പറയും, നിന്റെ എന്തോ പറയുന്നു. ഇങ്ങനെ ഷെയ്മായി പോയി, നാണക്കേടായി പോയി, ചങ്കയായി. ചില ആളുകൾക്ക് അങ്ങനെയാണ്. കോളേജ് കുമാരിയാണ് മോള്. ഭാര്യ ഇപ്പൊ കോളേജിൽ പോയിക്കൊണ്ടിരിക്കും. അവള് പറയും, ഇനി എങ്ങനെ കോളേജിൽ പോകും, ഇനി എങ്ങനെ കോളേജിൽ പോകും? അവൾക്ക് നാണക്കേടതാണ്. അല്ലെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വഇസ്ഹാഖ്. അൽഹംദുലില്ലാഹ്. പടച്ചവനെ സ്തുതിക്കാൻ ഖൽബില്ല. കാരണം അവൾക്കും അവനും ഒരു കുട്ടിയുടെ മൂല്യത്തെപ്പറ്റി ബോധമില്ല. എന്റെ ഉമ്മമാരെ, ഞാൻ വരട്ടെ, എത്രയോ മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കളുടെ കണ്ണീരെത്രയാണ്. ഞാൻ ലക്ഷദ്വീപിൽ വഴുതിനു പോയി. ഒരു വീട്ടിലേക്ക് എന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് ആ വീട്ടുകാരന്റെ അടുത്തായിരുന്നു എനിക്ക് ആഹാരമുണ്ടായിരുന്നത്. ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ പ്രിയപ്പെട്ട പിതാവ്, ഞാൻ അന്ന് എന്റെ ഫാമിലിയോടൊപ്പമാണ് പോയത്. എന്റെ ഭാര്യയുണ്ട്, എന്റെ കുഞ്ഞുങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഭാര്യയും എന്റെ പ്രിയപ്പെട്ട മക്കളുമായി ഞാൻ ലക്ഷദ്വീപിൽ പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു വീട്ടിലേക്ക് ഞാൻ ആഹാരത്തിന് ക്ഷണിച്ച വീട്ടിലേക്ക് പോകുകയാണ്. എന്റെ പ്രിയപ്പെട്ട മൂത്ത മകൻ അബ്ദുള്ള ഹംദാൻ എന്ന കുട്ടി എന്റെ ഒക്കത്തിരിപ്പുണ്ട്. ഞാൻ അവനെയും പിടിച്ചിട്ടുണ്ട്. എന്റെ ഭാര്യ മറുഭാഗത്തുകൂടെ കയറിപ്പോയി. ഞാൻ ഫ്രണ്ടിലെ ഡോറിലൂടെ പാസ്സാകാൻ നിൽക്കുമ്പോൾ ആ വീട്ടുകാരൻ എന്റെ കയ്യിൽ പിടിച്ചിട്ടൊരൊറ്റ കരച്ചിലാണ്. ഞാൻ ചിന്തിച്ചു, പടച്ചവനെ, എന്തിനാണ് ഇയാൾ ഇങ്ങനെ കരയുന്നത്? ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടി പൊട്ടി അയാൾ കരയുകയാണ്. എനിക്ക് മനസ്സിലായില്ല അയാൾ എന്തിനാണ് കരഞ്ഞതെന്ന്. ചില ആളുകൾ അങ്ങനെയാണ്. ആയിരക്കണക്കിന് ആളുകളിൽ സ്വർഗക്കാരായ എത്രയോ ആളുകൾ ഉണ്ടാകും. അള്ളാഹുവിനെ പിരിശപ്പെട്ട ആളുകൾ ഉണ്ടാകും. അവരെയും മുസാഫഹത്ത് ചെയ്യാൻ അള്ളാഹു ഇത്തരം സദസ്സുകളിലൂടെ ഈ പാവപ്പെട്ടവനും അവസരം തന്നിട്ടുണ്ടല്ലോ. അങ്ങനെ എന്റെ കൈ പിടിക്കുമ്പോ ചില ആളുകളൊക്കെ അറിയാതെ കരയാറുണ്ട്. എന്നല്ല, ഉസ്താദുമാരുടെ കൈ പിടിക്കുമ്പോ, തങ്ങന്മാരുടെ കൈ പിടിക്കുമ്പോ ചിലരൊക്കെ അറിയാതെ കരയാറുണ്ട്. ഞാൻ മനസ്സിലാക്കി ഈ സഹോദരനും അങ്ങനെ കരഞ്ഞതാണ്. എന്നാലും വല്ലാത്തൊരു കരച്ചിലാണ് ആ സഹോദരന്റെ കരച്ചിൽ. എനിക്ക് കണ്ടിട്ട് സഹിച്ചില്ല സഹോദരങ്ങളെ. എന്റെ കുഞ്ഞൻ നേരത്തെ എന്റെ ഒക്കത്തിരിപ്പുണ്ട്. ഞാൻ അകത്തളത്തിൽ കയറി ഭക്ഷണമൊക്കെ കഴിഞ്ഞു. സംസാരമധ്യേ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളാണെന്ന്. അന്നേരം ആ സഹോദരൻ അടക്കി പിടിച്ചിരുന്ന വിങ്ങിപ്പൊട്ടലുകളിൽ പൊട്ടിത്തെറിയായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 28 വർഷമായി ഉസ്താദേ, 28 വർഷമായി ഉസ്താദേ, എനിക്ക് മക്കളില്ല. ഉസ്താദ് വന്നപ്പോൾ ഉസ്താദിന്റെ ഒക്കത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ കണ്ടപ്പോഴാണ് ഞാൻ കരഞ്ഞത്.
സഹോദരങ്ങളെ, മക്കളുടെ മഹത്വം. അല്ലാഹു നമുക്ക് തന്ന പൊന്നോമന മക്കൾ, അവർ പൂമ്പാറ്റകളാണ്, അവർ ബട്ടർഫ്ലൈസുകളാണ്. നമ്മുടെ പൂമുഖത്ത് ഓടിക്കളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ. മക്കളില്ലാത്ത ദമ്പതികൾക്കത് കണ്ടാൽ എന്തൊരു വേദനയാണ്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല. എന്റെ സദസ്സിലുള്ള ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും അത് പറഞ്ഞാൽ മനസ്സിലാകില്ല. നിങ്ങളിങ്ങനെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ, ഒരു വീട്ടിൽ പോകുമ്പോൾ, മക്കളില്ലാത്ത ദമ്പതികൾ ഇങ്ങനെ മക്കളില്ലാതെ നടക്കുകയാണ്. അന്നേരത്തതാ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് ഓടിച്ചാടി കളിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് നിങ്ങളുടെ പൊന്നുമക്കൾ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുമ്പോൾ ഈ ഭാര്യ ഭർത്താവിനോട് പറയും, എന്റെ പ്രിയപ്പെട്ട ഇക്കാ, എന്റെ പുതുമാപ്പിള, ആ കുഞ്ഞുങ്ങളെ കണ്ടോ? എത്ര നാളായി നമ്മളെ റബ്ബിനോട് തേടുന്നു. അല്ല നമുക്ക് മക്കളെ തന്നില്ലല്ലോ, അല്ല നമുക്ക് മക്കളെ തന്നില്ലല്ലോ. അതുപോലെ ഒരു കുഞ്ഞുമോനെ അള്ളാഹു തന്നിരുന്നെങ്കിൽ, അതുപോലൊരു കുഞ്ഞുമോനെ അള്ളാഹു തന്നിരുന്നെങ്കിൽ ഒന്ന് താലോലം പാടി ഉറക്കാമായിരുന്നു. ആ പൊന്നുമോന്റെ കവിൾത്തടത്തിൽ മുത്തം കൊടുക്കാമായിരുന്നു. ആ പൊന്നുമോനെ എടുത്ത് മാറോട് അണച്ചുകൂട്ടി പിടിച്ച് പാല് കൊടുക്കാമായിരുന്നു. എനിക്ക് അള്ളാഹു മക്കളെ തന്നില്ലല്ലോ ഇക്കാ, എനിക്ക് അള്ളാഹു മക്കളെ തന്നില്ലല്ലോ ഭർത്താവേ എന്ന് ആ പ്രിയപ്പെട്ട പെഞ്ഞാഴി കണ്ണു നിറച്ചു പറയുമ്പോൾ, ആ പ്രിയപ്പെട്ട സഹോദരൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ അവളോട് ക്ഷമയുടെ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. മോളെ, അള്ളാഹുവിന്റെ ഖദാ ആണ്, നമുക്ക് അള്ളാഹുവോട് ചോദിക്കാം. അവൻ നമുക്ക് മക്കളെ തന്നേക്കാം, അവൻ നമുക്ക് മക്കളെ തന്നേക്കാം. ഇതൊരു വല്ലാത്ത വേദനയാണ്. അത് ഇല്ലാത്തവരോട് പറഞ്ഞാലേ കണ്ണില്ലാത്തവനെ കണ്ണുള്ളവന്റെ ആ സുഖം മനസ്സിലാകൂ. കണ്ണില്ലാത്തവനെ കണ്ണില്ലാത്തതിന്റെ വിഷമവും മനസ്സിലാകൂ. കണ്ണുള്ളവന് കണ്ണിന്റെ മൂല്യം അറിയുമോ? അറിയില്ല. നിങ്ങൾ ഈ സമയം എന്റെ സ്റ്റേജിൽ ഇരുന്നിട്ട്, എന്റെ മജ്‌ലിസിൽ ഇരുന്നിട്ട് നിങ്ങൾ രണ്ട് കണ്ണൊന്നും അടച്ചു, ഇറുക്കി അടക്കി കണ്ണ്. എന്റെ മൊബൈലിൽ കളിക്കുന്ന +2 പഠിക്കുന്ന പൊന്നുമോളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ വയലിന്റെ സദസ്സ് ഇവിടെ നടക്കുന്ന സമയത്ത് ഏതൊക്കെയോ സ്ഥലങ്ങളിൽ നിന്ന് വാട്സപ്പിൽ ചാറ്റുന്ന എന്റെ പ്രിയപ്പെട്ട 18 വയസ്സുകാരാ, നിനക്ക് അല്ലാഹു കണ്ണ് തന്നതിന്റെ അഹങ്കാരമല്ലേടാ മോനെ? എന്റെ പെങ്ങളെ, നിനക്ക് അല്ലാഹു കണ്ണിന് കാഴ്ച തന്നതിന്റെ ധിക്കാരമല്ലേ മോളെ? നിനക്ക് ഇൽമിന്റെ മജ്‌ലിസിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണോ? അത് മനസ്സിലാകാത്തത് കൊണ്ടാണോ? അല്ല. നിന്റെ വാട്സപ്പിൽ നീ ഇപ്പോഴും ഏതോ കോളേജിൽ പഠിക്കുന്ന നിന്റെ ക്ലാസ്മേറ്റിനോടോ ബോയ് ഫ്രണ്ടിനോടോ ഗേൾ ഫ്രണ്ടിനോടോ ചാറ്റിക്കൊണ്ടിരിക്കുന്നു. വയത് കേൾക്കാൻ മനസ്സുപോലും കാണിക്കുന്നില്ല. നിനക്ക് അല്ലാഹു കണ്ണ് തന്നതിന് പടച്ചവനോട് നീ കാണിക്കുന്ന നന്ദി കെട്ട ധിക്കാരപൂർവമായ നടപടിക്രമമാണത്. അള്ളാഹു നിന്നെ കാണുന്നില്ല എന്ന് മനസ്സിലാക്കണ്ട. അള്ളാഹു മനോഹരമായ കണ്ണ് തന്നത്, അള്ളാഹു മനോഹരമായ കണ്ണ് തന്നത് അള്ളാഹുവിനറിയാം. നിനക്ക് അള്ളാഹു കാഴ്ച തന്നിട്ടുണ്ടെന്ന് അള്ളാഹ് ചോദിച്ചിട്ടില്ലേ? അലം നജഅൽ ലഹു ഐനൈൻ, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. വിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ അങ്ങനെയാണ്. അവർ വാട്സപ്പിലായിരിക്കും, അവർ ഫേസ്ബുക്കിലായിരിക്കും. ഈ നാട്ടിലൊക്കെ ഉണ്ടോ എന്നറിയില്ല ഒരു മുസീബത്ത്. കല്യാണം കഴിക്കൂല, കല്യാണം ഫിക്സ് ആക്കിയിട്ടുണ്ടാവും, നിക്കാഹ് നടന്നിട്ടുണ്ടാവില്ല, നിക്കാഹ് കൺഫേം ആക്കിയിട്ടുണ്ടാവും. എന്റെ മോളെ ഇന്നാരുടെ മോളുമായി, ഇന്നാരുടെ മോനുമായി ഇന്ന ഡേറ്റില് നെക്സ്റ്റ് മാസം ഡിസംബർ മാസം 25 ഡേറ്റിന്റെ അന്ന് നിക്കാഹ് നടക്കാന്ന് ഉറപ്പിച്ചിട്ട്, എന്താ നിങ്ങളുടെ നാട്ടിൽ അതിന് പറയുന്ന എൻഗേജ്മെന്റ് ഇംഗ്ലീഷ് പറയും. നിങ്ങൾ നെക്കിനിക്കിൽ എന്ത് പൽക്ക പറയും? പൊറപ്പാ പടച്ചോന് അത് സാധനം എന്ത് പറയും ഉസ്താദ്? ഉറപ്പു ചൊല്ലിയിട്ട് പോകുമ്പോ ആ പ്രിയപ്പെട്ട മോൾക്ക് ഭാവിയിലുള്ള ഹസ്ബൻഡ് ഒരു ഗിഫ്റ്റ് കൊടുക്കും, മൊബൈൽ ഫോൺ. ഈ നാട്ടിൽ കൊടുക്കുവോ?
ഉമ്മ അബ്ബ അറിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, അമ്മ അറിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, എല്ലാരും അറിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കൊടുത്തിട്ടോ നിക്കാഹ് കഴിയാത്ത ഇവളും ഇവനും തമ്മിൽ പാതിരാത്രി സമയം മുഴുവനും ചാറ്റിംഗ്. ഹായ് ഡിയർ ഡാർലിംഗ്, ഐ ലവ് യു, മിസ് യു, സ്വീറ്റ് ഡ്രീംസ്, എന്തൊക്കെയാണ്. അങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു മഹാനായ സയ്യിദ് ഹാമിദ് കോയമ്പത്തൂർ ഖുറാ സാദാത്തുക്കളുടെ അടുത്ത്. എന്റെ പെങ്ങന്മാര് കേൾക്കാൻ വേണ്ടി പറയാണ്, അള്ളാഹു നിരോധിച്ച നിലയിൽ ബന്ധപ്പെടുന്ന അവിഹിതമായി ചാറ്റിംഗ് നടത്തുന്ന ഹസ്ബൻഡുമാര് കേൾക്കാൻ വേണ്ടി പറയാണ്. നിങ്ങൾക്കറിയുമോ, എന്റെ പ്രിയങ്കരനായ ഉസ്താദ് താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ ഖുറാ സാദാത്തുക്കളെ നിങ്ങൾക്കറിയില്ലേ? കർണാടക രാജ്യത്തെ ഖുറാ സാദാത്തുക്കളെ അറിയാത്തവരാരാ? താജുൽ ഉലമാ അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് പാത്രീഭവിച്ച അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകിയ മഹാനായ സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ ഖുറാ സാദാത്തുക്കളുടെ അടുക്കൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. ഒരു ഭാര്യയും ഭർത്താവും. കുഞ്ഞിന് എന്താണ് പ്രശ്നം? കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആണ്. എത്ര വയസ്സ് പ്രായമുണ്ട്? 1 മാസം പോലും പ്രായമില്ല. 1 മാസം പോലും പ്രായം തികയാത്ത കുഞ്ഞിന് ബ്ലഡ് ക്യാൻസറോ? സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ ഖുറാ സാദാത്തുക്കൾ ചോദിച്ചു, അല്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടും മംഗലം കഴിഞ്ഞിട്ട് എത്ര നാളായി? എത്രയായി? 1 വർഷമായി. 1 വർഷത്തിനു മുമ്പ് 2 വർഷക്കാലം നിങ്ങൾ മൊബൈൽ ഫോണിലൂടെ പൽക്ക പറഞ്ഞിട്ടുണ്ടായില്ലേ? നിങ്ങൾ ചാറ്റിംഗ് നടത്തിയിട്ടുണ്ടായില്ലേ? അന്നേരത്തെ ഹാമിദ് കോയമ്മത്തങ്ങൾ ഖുറാ സാദാത്തുക്കൾ അത് ചോദിച്ചപ്പോൾ ആ ദമ്പതികൾ അതേ എന്ന് ഉത്തരം പറഞ്ഞു. അന്നേരത്തെ ഹാമിദ് കോയമ്മത്തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ പണിഷ്മെന്റ് ആണ് കുഞ്ഞ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് പണിഷ്മെന്റ് തന്നാൽ ലോകത്ത് ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ? പറ്റൂല. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. മക്കൾ അല്ലാഹു നൽകിയ മഹിതമായ അനുഗ്രഹമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ശ്രേഷ്ഠ സമ്പന്നമായ അനുഗ്രഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ. അതില്ലാത്ത രക്ഷകർത്താക്കൾക്കാണ് മക്കളുടെ വിലയറിയുന്നത്. സഹോദരങ്ങളെ, ഇനി അല്ലാഹു തന്ന മക്കളെ നമ്മൾ എന്തു വേണം? മക്കളുള്ള അപ്പമാരെ, മക്കളുള്ള ഉമ്മമാരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി പറയുകയാണ്. മക്കളെ അല്ലാഹു നിങ്ങൾക്ക് തന്ന അല്ലാഹു എന്തിനാണ്? അവരെ ഫിലിം സ്റ്റാറുകളാക്കാനല്ല. ഉമ്മയോട് ചോദിച്ചു, ഫസ്റ്റ് ക്ലാസ് മേടിച്ച കുട്ടിയെ, ഫസ്റ്റ് റാങ്ക് മേടിച്ച കുട്ടിയെ ഇന്റർവ്യൂ നടത്തുന്ന കൂട്ടത്തിൽ ഉമ്മയോട് ചോദിച്ചു, നിങ്ങളുടെ മോനെ, നിങ്ങളുടെ മോളെ എന്താക്കണമെന്നാണ് ആഗ്രഹം? എന്റെ മോനെ ഒരു ഷാറൂഖ് ഖാൻ ആക്കണമെന്നാണ് ആഗ്രഹം. ഉമ്മയുടെ ആഗ്രഹമാണ്. എന്റെ മോളെ, പിന്നെ ആരെന്തോ പേരെന്തോ, ചെറിയ മക്കളെ ഒന്നും കാണുന്നില്ലല്ലോ, ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചാൽ മതിയായിരുന്നു. ഒരു ഫിലിം സ്റ്റാറിന്റെ പേര് പറഞ്ഞ മോളെ, മോനെ, പെണ്ണിന്റെ ചൊല്ലർല ബാവ, എന്തല്ലേ ഗൊന്തായിട്ടില്ലേ? ഒരു സിനിമ നടിയുടെ പേര് പറ. പറഞ്ഞ കേൾക്കണില്ല. ഞാനിത് ചോദിക്കുന്നത് വാപ്പമാരോടെ കേൾക്കാൻ വേണ്ടിയാണ്. അബ്ബാമാരും അമ്മാമാരൊക്കെ ഉണ്ടല്ലോ സദസ്സിൽ, അവരോട് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. മനഃപൂർവ്വം ചോദിച്ചതാണ്. സഹോദരങ്ങളെ, അപ്പോ ഉമ്മയോട് ചോദിച്ചു, എന്താക്കണം? എന്റെ മോനെ വലിയ ഫിലിം സ്റ്റാർ ആക്കണം. എന്നിട്ടോ ഉമ്മാക്ക് റിയാലിറ്റി ഷോ കാണുമ്പോ മോർണിംഗിന് ടിവിയിൽ വന്ന് ഡാൻസ് കളിക്കുന്നത് കാണണം. മോള് 16 വയസ്സുള്ള മോളെ അള്ളാഹു തന്ന പ്രിയപ്പെട്ട പൊന്നമോളുടെ ശരീരം കാണിച്ച് അന്യ ആണുങ്ങളുടെ മുന്നിൽ അവൾ നഗ്ന നൃത്തം ചവിട്ടി സിനിമാറ്റിക് ഡാൻസ് കളിക്കുമ്പോൾ സ്റ്റേജിന്റെ ഓരത്ത് സന്തോഷത്തിന്റെ കണ്ണുനീര് പൊടിക്കുന്ന ഉമ്മ, നിങ്ങൾ നരകത്തിന്റെ ഉമ്മയാണ്. ആ മോൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നടക്കി കൊടുക്കുന്ന അബ്ബ, നിങ്ങൾ നരകത്തിന്റെ അബ്ബയാണ്. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗത്തിന്റെ സുഗന്ധം പോലും തരൂല. അല്ലാഹു മക്കളെ തന്നത് നിങ്ങൾക്ക് സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കാനാ? നിങ്ങൾക്ക് ഫിലിം സ്റ്റാർ ആക്കാനാ? അല്ലാഹു മക്കളെ തന്നിട്ട് അല്ലാഹു എന്ത് പറഞ്ഞു? അവന്റെ തൃപ്തിയിലും അവന്റെ പൊരുത്തത്തിലുമായ മക്കളെ വളർത്തി വലുതാക്കാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയോട് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പൊന്നുമോന്റെ കഴുത്തറക്കാൻ പറഞ്ഞു. ഞാനോ നിങ്ങളോ ആണെങ്കിൽ എന്ത് ചെയ്യും പടച്ചോനെ? എത്രയോ കാലമായി നിന്നോട് ദുആരെന്ന് നീ തന്ന പൊന്നുമോനെ അറുക്കാൻ പറയുന്നു. അല്ലാ, വേണ്ട
റബ്ബേ വേണ്ട. ഇസ്മായിലിനെ കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല. ഇസ്മായിലിന്റെ ഉമ്മാക്ക് ഇസ്മായിലിന്റെ കവിൾത്തടങ്ങളിൽ ചുംബനം കൊടുത്തിട്ട് മുത്തം കൊടുത്തിട്ട് മതി വന്നിട്ടില്ല. ഇസ്മായിലിനെ താലോലിച്ചിട്ട് പൂതി തീർന്നിട്ടില്ല. ഇസ്മായിലിന്റെ മുഖം കണ്ടിട്ട് ആശ തീർന്നിട്ടില്ല. ഈ ഇബ്രാഹിം നബി മരിക്കുന്നത് വരെയെങ്കിലും എന്റെ പൊന്നുമോന് ജീവിക്കാൻ നീ അവസരം കൊടുക്കുക അല്ലാഹ്. വേറെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാ, വേറെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാ. ഇസ്മായിലിനെ അറുക്കാൻ നീ പറയരുത് റബ്ബേ എന്ന സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയോ? പറഞ്ഞോ? ഇല്ല. ഭാര്യയോട് പറഞ്ഞു പെട്ടെന്നാവട്ടെ മകനെ റെഡിയാക്കി. മകനെ ഡ്രസ്സ് ധരിപ്പിച്ചു. ഭാര്യ പറഞ്ഞു വിട്ടു. പിതാവ് മൂർച്ചയുള്ള കഠാരയെടുത്ത് അരയിൽ തിരികെ വെച്ചു. അരയിൽ തിരികെ വെച്ചു യാത്രയായി. വിജനമായ ഒരു സ്ഥലത്തെത്തിച്ചേർന്നു. ആരുമാരുമില്ലാത്ത സ്ഥലത്തെത്തിച്ചേർന്നപ്പോൾ ഇസ്മായിൽ നബി അടുത്ത് വിളിച്ചിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു, മോനെ എന്തിനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് അറിയുമോ? എന്തിനാണ്? അള്ളാഹു പറഞ്ഞു നിന്റെ കഴുത്തറുക്കാൻ, നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പണം നടത്താൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനോ നിങ്ങളോ ആണെങ്കിൽ എന്ത് ചെയ്യും? സഹോദരങ്ങളെ, ഇസ്മായിൽ നബി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിതാവേ നിങ്ങൾ അമാന്തിച്ചു നിൽക്കണ്ട, നിങ്ങൾ ലേറ്റാക്കണ്ട, വേഗമാകട്ടെ, വേഗമാകട്ടെ പിതാവേ. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ പിതാവേ. അല്ലാഹു തന്നതാണ് പൊന്നുമോൻ ഇസ്മായിലിനെ. അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് മുന്നിൽ ഇസ്മായിൽ എന്ന പൊന്നുമോനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബലിയെറുക്കണം പിതാവേ. ഉടനെ കഴുത്തെന്റെ ദറക്കൂ ബാപ്പാ, ഉടനെ കഴുത്തെന്റെ ദറക്കൂ അബ്ബാ, ഉടയോൻ കൽപ്പന നടത്തൂ അബ്ബാ, ഉടയോൻ കൽപ്പന നടത്തൂ വാപ്പാ. വേഗമാകട്ടെ, വേഗമാകട്ടെ. എന്റെ കഴുത്തിൽ അവിടുന്ന് കടാര കൊണ്ടുവന്ന്, അവിടുന്ന് ചാക്ക് കൊണ്ടുവന്ന്, ആ മൂർച്ചയുള്ള ചാക്ക് ഉപയോഗിച്ച് എന്റെ കഴുത്തിൽ വെച്ചിട്ട് വേഗമറുത്തേര വാപ്പാ എന്ന് പറഞ്ഞു പൊന്നുമോൻ ഇസ്മായിൽ. അറുത്തില്ല. അള്ളാഹു ഒരു പരീക്ഷണം നടത്തിയതാണ്. എന്തിന്? അള്ളാഹു ഇത്രയും കാലം ദുആരെന്ന് കൊടുത്ത മോനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയെറുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അത് തയ്യാറാകുമോ എന്നറിയാൻ അള്ളാഹു പരീക്ഷണം നടത്തിയതാണ്. ആ പരീക്ഷണത്തിൽ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിജയിച്ചു. ഞാൻ വിജയിച്ചോ? ഞാനത് പറഞ്ഞ എന്തിനാണ്? മക്കളുള്ള അപ്പമാരാലോചിക്കാനാണ്, മക്കളുള്ള ഉമ്മമാരാലോചിക്കാനാണ്. നിങ്ങൾ വിജയിച്ചോ പരീക്ഷണത്തിൽ? നിങ്ങൾ വിജയിച്ചോ? പലപ്പോഴും പല വയതിന്റെ സദസ്സുകളിൽ വരുന്നതിന് തൊട്ടു മുമ്പ് വീടുകളിൽ ഭക്ഷണം കഴിക്കാൻ പോകും. അടുത്തു വരുന്ന കൊച്ചു മക്കളെ അടുത്ത് വിളിച്ചോട് ചോദിക്കും, മോനെ നമ്മുടെ നബിയുടെ പേരെന്താ? അവൻ പറയും അബ്ദുൽ സത്താർ. അവൻ ആരെ പേരാ പറഞ്ഞത്? അവന്റെ അബ്ബാടെ പേര്. നബിയുടെ ഉമ്മാടെ പേരെന്താ? അവൻ പറയും നബീസ ബീവി. അവൻ ആരെ പേരാ പറഞ്ഞത്? അവന്റെ ഉമ്മാടെ പേര്. ഒരു കുഞ്ഞിന് ആദ്യമായി സഹോദരങ്ങളെ അള്ളാഹു തന്ന ഔദാര്യമായി തന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ, ആ പൊന്നുമോൻ ആദ്യമായി വഅവ്വലു വാജിബിൻ അലൽ ആബാഇ തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഇത ബിമക്കത വദുഫിന ബിൽ മദീന. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം അൽ മഅബരി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു കുഞ്ഞിനെ ആദ്യമായിട്ട് ഒരു ഉമ്മയും ഒരു വാപ്പയും പഠിപ്പിച്ചു കൊടുക്കണം. ആരെ പറ്റി? മുഹമ്മദ് മുസ്തഫ. നമ്മുടെ നബിയുടെ പേരെന്താ? മുത്തു മുഹമ്മദ് സല്ലല്ലാഹ്. ജനിച്ചു നബി മക്കയിൽ, വളർന്നു നബി മക്കയിൽ, വഫാത്തായി മദീനയിൽ, ഖബറടക്കി മദീനയിൽ. നബിയുടെ ഉമ്മ ആമിന, നബിയുടെ ഉമ്മ ആമിന, നബിയുടെ
ഉപ്പ പുന്നാര നബി തങ്ങളെ പറ്റി നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അപ്പമാരെ അമ്മമാരെ